ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ കുറച്ച് മലയാള ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളൂ. ഫസ്റ്റ് നോക്കി, നീ ഇന്നലെ എന്ത് ചെയ്തു? ഇതാണ് ചോദ്യം. ഇവിടെ ചോദിക്കുന്നത് എല്ലാനും പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. അതായത് ചെയ്തോ, ആ ഒരു പ്രവൃത്തി ചെയ്തോ എന്നുള്ള ആ ഒരു പാസ്റ്റ് ടെൻസ് ആണ് വന്നത്. ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു എന്താ പറയാ ചോദ്യങ്ങളാണ് വന്നത്. ഇവിടെ നോക്കിയേ, നീ ഇന്നലെ എന്ത് ചെയ്തു? ഇന്നലെ എന്ത് ചെയ്തു എന്നാണ്. അപ്പൊ ഇങ്ങനെ വരും, വാട്ട് ഡിഡ് യു ഡു yesterday? What did you do yesterday? കണ്ടോ, നീ ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ളത് ഇംഗ്ലീഷിലാക്കുമ്പോ വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ എന്നാവും. അതെങ്ങനെ അങ്ങനെ വന്നെന്ന് ഇപ്പൊ ഡൗട്ട് വരും. അപ്പൊ നോക്കി, നിങ്ങൾ ഈ സെയിം ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലേക്ക് ചെയ്യുമ്പോൾ മലയാളത്തിന് അങ്ങനെ തന്നെ മാറ്റാൻ പറ്റുമോ? ഇല്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജും മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജും തമ്മിൽ അങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഗ്രാമറിന്റെ കേസിൽ. കാരണം ഇവിടെ നോക്കിയേ, നീ ഇന്നലെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ പറ്റും. പക്ഷെ അത് ഇംഗ്ലീഷിൽ യു, യെസ്റ്റർഡേ, വാട്ട്, ഡിഡ് എന്നൊക്കെയാണ് വരുന്നത്. അതൊരു പ്രോപ്പർ സെൻസ് നമുക്ക് തന്നില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഓർഡറിലേക്ക് ആക്കണം. അപ്പൊ എന്താണ് ഫസ്റ്റ് ഏതാ വേണ്ടത്? എന്ത് എന്നുള്ളതിന്റെ വാട്ട്, പിന്നെ ഡിഡ്, ചെയ്തു. ചെയ്തു പാസ്റ്റ് ടെൻസ് ആക്കാനായിട്ട് ഡിഡ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ എല്ലാം ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ എന്ത് ചെയ്തു എന്നുള്ളത് ഡിഡ് എന്നുള്ളത് വേണം. നീ മൂന്നാമത്തെ, നീ. പിന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ ഡു എന്നുള്ളതും കൂടി കണക്ട് ചെയ്യാം. ഇന്നലെ, യെസ്റ്റർഡേ. കണ്ടോ, വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ. രണ്ടാമത്തെ നോക്കാം. ഇനിയുള്ളതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നോക്കാം, നീ അവിടെ പോയോ? ഈസിയാണ്. എങ്ങനെ വരാ? ഡിഡ് വെച്ച് തുടങ്ങാം. ഡിഡ് യു. ഡിഡ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മള് എന്താ ബേസ് ഫോം ആഡ് ചെയ്താൽ മതി. ഡിഡ് വെച്ചാണെങ്കിൽ ബേസ് ഫോം എന്ന് പറയുമ്പോൾ V1. ഓക്കെ, ഡിഡ് യു പോയോ എന്നുള്ളത് ഗോ ആണ്. അപ്പൊ V1 എന്താണ്? ഗോ ആണ്. ഡിഡ് യു ഗോ അവിടെ? there, THERE there ആട്ടാ. ഡിഡ് യു ഗോ there. THEIR എന്താണ്? അവരുടെ. THERE അവിടെ. ഡിഡ് യു ഗോ there? നീ അവിടെ പോയോ? അടുത്ത് നോക്കി, നീ ഭക്ഷണം കഴിച്ചോ? അതെങ്ങനെ വരും? ഡിഡ് യു തന്നെ കേട്ടോ. ഡിഡ് യു. V1 എന്താണ്? കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ. eat. Did you eat? കഴിച്ചോ. ഓക്കെ, ഫുഡ് എന്ന് കൂടെ എഴുതാം. അപ്പൊ ഭക്ഷണം എന്നുള്ളത് വരില്ലോ. Did you eat food എന്ന് എഴുതാം. അടുത്തത് നോക്കി, നീ വീട്ടിൽ നിന്നും പുറപ്പെട്ടോ? എങ്ങനെയാണ്? Did you leave? Leave from എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നല്ലേ. From home. അടുത്തത് നോക്കി, നീ അവനെ സഹായിച്ചോ? അതെങ്ങനെ വരും? ഡിഡ് യു. സഹായിച്ചോ എന്നുള്ളതിന്റെ ഹെൽപ്പ്. അവനെയാണ്. അവനെന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഹിം. ഡിഡ് യു ഹെൽപ്പ് ഹിം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.